സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ ഇന്ന് 7 ഫൈനലുകളാണ് നടക്കുക. നാളെ കായികമേള സമാപിക്കാൻ ഇരിക്കെ 6 മുന്നിലെത്തും എന്ന ആകാംക്ഷയിലാണ് കായിക കേരളം. അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം നേരത്തെ ഉറപ്പിച്ചെങ്കിലും ട്രാക്കിലെ രാജാക്കന്മാരെ നിർണ്ണയിക്കുന്നത് അവസാന ദിവസത്തെ റിലേ മത്സരങ്ങളായിരിക്കും. ശ്രീനന്ദ SP തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആവേശം നിറഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കായികമേള വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നാളെയാണ് ഇതിൻ്റെ സമാപനം എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പോൾ കുറച്ച് മുൻപായി അധ്യാപകരുടെ ഒരു റേസ് നടക്കേണ്ടായി. അതിൽ ഒരു മത്സരിച്ച ഒരു സാറുണ്ട് നമ്മുടെ ഒപ്പം, അൻവർ എന്നാണ് പുള്ളിയുടെ പേര്. പാലക്കാടുകാരനാണ്. പുള്ളി ബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കൈയൊക്കെ പരിക്ക് കയറ്റിയിട്ട് ഇപ്പോഴത്തെ ഇവൻറ്റും കഴിഞ്ഞു, ക്രിക്കറ്റൊക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത്. പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ടായത് ഇവൻ്റൊക്കെ? ഇവൻ്റ് കുറച്ച് കടുപ്പമുണ്ടായിരുന്നു. 8-9 പേരോളം മത്സരത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വിജയിച്ച രൂപേഷ് സാർ, കാസർഗോഡ് ജില്ലക്കാരൻ, അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യം അദ്ദേഹത്തെ ഞാൻ തോൽപ്പിക്കണം എന്നുള്ള വാശിയോടെ വന്നതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 5ാം സ്ഥാനമായിരുന്നു. ഇപ്രാവശ്യം ഞാനത് സിൽവറിലേക്ക് എത്തിച്ചു. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും അദ്ദേഹത്തെ തോൽപ്പിക്കും. തിരുവനന്തപുരത്ത് എങ്ങനെ ഉണ്ടായിരുന്നു കായികമേള? അടിപൊളിയാണ്. നല്ല എല്ലാവരും കോപ്പറേറ്റീവാണ്. നന്നായിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക മൂഡായിരുന്നു അത്ലറ്റിക്സിൻ്റെ. നാളെ സമാപനമാണ്. അപ്പോൾ ഇന്ന് സ്വർണ്ണക്കപ്പിൻ്റെ ഘോഷയാത്രയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ വരവേൽക്കാൻ വേണ്ടി റെഡിയാണോ നമ്മൾ പാലക്കാടെല്ലാം? ഞങ്ങൾ പാലക്കാട്ടുകാരാണല്ലോ. പാലക്കാടാണ് ജോലി. മലപ്പുറം ജില്ലയിൽ താനൂരാണ് സ്വദേശമെങ്കിൽ പോലും ജില്ല പാലക്കാടാണ്. ജില്ല പാലക്കാടിന് വേണ്ടി തന്നെ ഞങ്ങൾക്ക് വിൻ ചെയ്യണം. അത്ലറ്റിക്സിൽ ഞങ്ങൾ തന്നെ കൊണ്ടുപോകും എന്നതിലാണ് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ആരവത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓവറോൾ ചാമ്പ്യന്മാർ ഇപ്പോഴും തിരുവനന്തപുരം ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ശ്രുതിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനോട് ഒരു ദിവസം ബാക്കിയുണ്ടല്ലോ. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഇവൻറ്റുകളുണ്ട് പല ഗെയിംസ് ഇനങ്ങളിലും. അതിലേക്ക് ഞങ്ങളൊക്കെ കടക്കും. പതുക്കെ ഞങ്ങൾ ഈ വർഷത്തെ പ്രത്യേകിച്ച് ഗെയിംസ് മോഡൽ നടത്തുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ തന്നെ ഈ പ്രാവശ്യം കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിലാണുള്ളത്. മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മഴ ഒരു പ്രശ്നമായി തോന്നിയോ ട്രാക്കിലുണ്ടായിരുന്നു? ഇപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനെ മഴ കാണാനില്ല. മഴ മാറി നിന്നിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ഈ 21-ാം തീയതി തൊട്ട് മഴ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും കായിക താരങ്ങൾക്ക് മഴയും വെയിലൊന്നും ഒരു പ്രശ്നമല്ല. അവരതിനെ നേരിടും. തീർച്ചയായിട്ടും. എന്തായാലും വളരെ ഗംഭീരമായ പോരാട്ടങ്ങളൊക്കെ തന്നെ ഇവിടെ ചൂടുപിടിച്ച് തിരുവനന്തപുരം കായികവേദിയാകുമ്പോൾ നമുക്ക് ഊഹിക്കാം ഒരുപാട് കാര്യങ്ങളാണ് തിരുവനന്തപുരത്ത് നമുക്ക് വളരെ ആക്സസിബിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഇവൻറ്റുകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അതേ തൊട്ട് മുന്നിൽ തന്നെ നമുക്കവിടെ പോൾ വോൾട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലോങ് ജമ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി, ഇന്ന് ലോങ് ജമ്പും ത്രോയിങ്, പോൾ വോൾട്ടൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്ന ഇവൻറ്റുകൾ. അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് പാലക്കാടാണ്. 2ാം സ്ഥാനത്ത് മലപ്പുറമാണ് നിൽക്കുന്നത്. എന്തായാലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ ഒരു ഇതിൽ പറയുമ്പോൾ തിരുവനന്തപുരത്തിനായിരിക്കാം, ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ട്രാക്കിലെ രാജാക്കന്മാർ നിർണ്ണയിക്കണമെങ്കിൽ അവസാനത്തെ റിലേ മത്സരങ്ങൾ തന്നെ കഴിയണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ആരായിരിക്കും ആ ഒരു വിജയി എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. രാവിലെ നമ്മൾ പറഞ്ഞ പോലെ അധ്യാപകരുടെ മത്സരം കഴിഞ്ഞു. കുറച്ച് മുൻപ് നമ്മളോട് ഒരു അധ്യാപകൻ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെല്ലാത്തിനും ശേഷം ഇന്ന് വൈകുന്നേരം സ്വർണ്ണക്കപ്പിനായുള്ള ഒരു വിപുലമായ ഘോഷയാത്ര നടക്കുന്നുണ്ട്. ആ ഒരു ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് സ്വർണ്ണക്കപ്പ് ഇവിടെ കൊണ്ടെത്തിച്ചതിന് ശേഷം നാളെയാണ് ഇതിൻ്റെ എല്ലാത്തിനും ഒരു ഫൈനൽ മത്സരങ്ങളൊക്കെ എല്ലാം അവസാനിപ്പിക്കുന്ന നാളെയായിരിക്കും. എന്തായാലും വേഗരാജാക്കന്മാർ അല്ലെങ്കിൽ കായികമേള ആര് കൊണ്ടുപോകും എന്നറിയണമെങ്കിൽ നാളെ ഒരു ദിവസം കൂടി കാത്തിരിക്കണം. റിലേ മത്സരങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആരായിരിക്കും ആ ഓവറോൾ ചാമ്പ്യൻ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കും. തിരുവനന്തപുരമായിരിക്കും, പാലക്കാടായിരിക്കോ, മലപ്പുറമായിരിക്കോ, എല്ലാം നമുക്ക് നാളെ മാത്രമായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ക്യാമറാമാൻ വിജയം സായിക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.